മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന് തിരശീല വീഴാവുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഗോവർദ്ധനും ബന്ധാരിയും വഴി നടത്തിയ ഒരു ബിസിനസ്സാണ് ഇത് എന്നും അത് ഇവിടെ തന്നെ തീരാൻ പോകുന്നില്ലെന്നും ഒക്കെ കരുതിയവർ അതിനേക്കാളും വലിയ ചിലതാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മാത്രം അത് നിൽക്കില്ല എന്നും സ്വർണം ഊറ്റിയെടുത്ത് അത് മാത്രം സ്വർണത്തിൻ്റെ വിലയിൽ വിൽക്കുന്നതല്ല ഈ പരിപാടി എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയകൾ അമൂല്യ നിധികളായി വാങ്ങുന്ന ലോകത്തിലെ കോടീശ്വരന്മാരാണ് ഇതെല്ലാം വാങ്ങിയിരിക്കുന്നത് എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലാതെ വെറും സ്വർണ്ണ വിലക്കല്ല ഇവരൊക്കെ ഇത് വാങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും ഒക്കെ അറിവോടെ വളരെ നല്ല കച്ചവടമാണ് ഇതുവരെ നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ, അതായത് CPM ഉന്നതരുടെ അറിവോടെ തന്നെ ഇത്തരത്തിൽ കൂടുതൽ കള്ളക്കടത്തലുകൾ നടന്നിട്ടുണ്ട് എന്ന സൂചന നൽകിയിരിക്കുകയാണ് മുൻ ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ പാഷ വ്യക്തമാക്കിയിരിക്കുകയാണ്. ചെന്നിത്തല പറഞ്ഞതിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ബാക്കി കൂടിയാണ് ഒരു ജസ്റ്റിസ് പറഞ്ഞതോടെ ഇത് കേരളം കത്താൻ പോകുന്നൊരു വിഷയമായി മാറുകയാണ്. കേരളത്തിലെ അമ്പലങ്ങളെല്ലാം ഇങ്ങനെ കൊള്ളയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദി കേരളത്തിലെ ഏറ്റവും ഉന്നത അധികാരി, അതായത് മുഖ്യമന്ത്രി അല്ലാതെ മറ്റാര് എന്ന് കേരളം തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ പിണറായി വിജയൻ തീകൊള്ളി കൊണ്ടാണ് തലചൊറിഞ്ഞിരിക്കുന്നത്. ഒരു ശബരിമല വിഷയത്തിൽ തന്നെ തല തകർന്നു പോയ പിണറായിയും CPM-ഉം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇനി കേരളം മുഴുവൻ വിഗ്രഹം മോഷ്ടിച്ച് വിറ്റു എന്ന് ഒരു ജസ്റ്റിസ് കൂടി വിലയിരുത്തിയ അവസ്ഥയ്ക്ക് അത് മുഴുവനായും പുറത്തു വരാൻ പോകുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ദാവൂദ് മണി ആ പേരായിരിക്കും ഇനി കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുക. ഒപ്പം തന്നെ പിണറായിയുടെ സ്ഥാനം കളയുന്നതും ഒരുപക്ഷെ ആ പേര് തന്നെയായിരിക്കും. നമുക്ക് ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകൾ കേട്ടു നോക്കാം. ഈ ഡി മണി എന്ന് പറയുന്നത് ഇനിയിപ്പോ എത്രയും മെനു ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഇത് അയാളെ അറിയപ്പെടുന്നത് ദാവൂദ് മണി എന്നാണ്. ഡി മണി എന്ന് പറയുന്നത് ദാവൂദ് മണി എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാളാണ്. ഇത് കുറെ നാൾ മുണ്ടേ ഈ വിവരമുണ്ട്, അന്തരീക്ഷത്തിലുള്ളതാണ്. പല ആളുകളും എന്നെ വിളിച്ചും പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. പക്ഷെ നമുക്കിത് ആരുടെ പറയുന്നത്? ഇത് കേട്ട് കഴിവല്ലേ. പക്ഷെ അയാളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾ ഈ പറയുന്ന പോലെ കോടികളുടെ ബിസിനസ് നടത്തുന്ന ആളാണ്. ആന്റിക്കിൽ, പ്രത്യേകിച്ചും ആന്റിക് വാല്യൂ ഉള്ള മെറ്റീരിയലുകളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുഭാഷ് കപൂർ ഉണ്ടല്ലോ, സുഭാഷ് കപൂറിന്റെ ഒക്കെ അച്ഛനാണ് ഇയാള്. അതുപോലൊരു ഇടപാടുണ്ട് ഇയാൾക്ക്. സുഭാഷ് കപൂറിനെ യഥാർത്ഥത്തിൽ ഇപ്പൊ കൂച്ചുവരം കിട്ടുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു വിലങ്ങുമില്ല. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ ഒരുപാട് ക്ഷേത്രങ്ങളിലെ ഈ പ്രോപ്പർട്ടീസ്, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉള്ള പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ ഇയാൾ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. ആ രീതിയിലാണ് വന്നേക്കുന്നത്. വിവരം വരുന്നത് അങ്ങനെയാണ്, ആ രീതിയിലാണ് വന്നേക്കുന്നത്. ഈ അലിഗേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ബ്രൂണോയിലെ സുൽത്താൻ വരെ വിട്ടേക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതാണ് സംഭവം. ഈ രീതിയിൽ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ളപ്പോ ഈ SIT ഈട്ടാവട്ടത്തുള്ള ഈ SITക്ക് അതും ഈ ഗവൺമെന്റ് പിടിച്ചു വെച്ചേക്കുന്ന SITയെ കൊണ്ട് ഇത് അന്വേഷിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ആത്മാർത്ഥതയുള്ള CBI ഓഫീസേഴ്സ് അന്വേഷിച്ചാൽ ഇത് കണ്ടുപിടിക്കാം. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഇല്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടിയിലില്ലാതെ ഇത് അന്വേഷിച്ചാൽ CBIക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ചെറിയ നമ്മുടെ ഈ സ്റ്റേറ്റിലുള്ള ഏജൻസിക്ക് മാത്രമായിട്ട് ഇത് ഒരിക്കലും അന്വേഷിക്കാൻ പറ്റത്തില്ല. ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുക കുറെ നാളായിട്ട്. ഏതായാലും ഇത് ഇങ്ങനെ വിനു ചോദിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഈ ഡി എന്നുള്ളത് ദാവൂദ് മണി എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. അത്രയും വലിയ ഒരാളാണ്, ചില്ലറക്കാരനൊന്നും അല്ല. അപ്പൊ അയാളെയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഈ സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിനകത്തുള്ള ഈ SITയെ കൊണ്ടൊന്നും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത്രത്തോളം വലിയ ഒരാളാണ്. അയാൾക്ക് അത് ഇന്റർനാഷണൽ ബന്ധങ്ങളുണ്ട്. ഇന്റർനാഷണൽ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടുന്നത് പോലുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണെന്നാണ് കേട്ടേക്കുന്നത്. അത് കേട്ടറിവാണ്, എനിക്ക് നേരിട്ട് അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെ ഒരാളെ കാര്യം പറയപ്പെടുന്നുണ്ട്. ഇയാൾ ഉണ്ടെന്ന് അറിഞ്ഞതും ഇയാളെ അവര് യഥാർത്ഥത്തിൽ ലൊക്കേറ്റ് ചെയ്തെന്ന് അറിഞ്ഞതും വളരെ സന്തോഷമുണ്ട്.